പ്രയാസങ്ങൾ, വിഷമങ്ങൾ, പിന്നെ ആപത്തുകൾ, ഇവയൊക്കെ ആരുടെ ജീവിതത്തിലാണ് ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടാകും ഇതൊക്കെ. നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞാലും, അഥവാ ഈ തോണി തന്നെ തിരമാലകളെ ഭയപ്പെടുകയാണെങ്കിൽ പിന്നെ ആരാണ് സമുദ്രത്തെ മറികടക്കുന്നത്? ഇടയ്ക്കെങ്കിലും ഒരു ചെറിയ ഉറുമ്പിനെ ശ്രദ്ധിക്കൂ ഏവരും. അത് രൂപത്തിൽ വളരെ ചെറുതാണെങ്കിലും വലിയ അറിവാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നേയില്ല. ഈ ഉറുമ്പുകളെ നോക്കുകയാണെങ്കിൽ അത് ഭക്ഷണം ശേഖരിക്കുവാനായി പുറത്തേക്ക് വരുന്നു, അല്ലേ? ഒരു വളരെ ചെറിയ ധാന്യം എടുക്കുന്നു. അത് ചെറുധാന്യം എടുക്കുന്നത് അതിലും വലുതെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ധാന്യം കുറെ ദൂരേക്ക് വീണേക്കാം, എന്നാൽ വീണ്ടും കണ്ടുപിടിച്ച് എടുക്കുന്നു. അത് വീണ്ടും കൊണ്ടുപോവുകയും ചെയ്യും ദൂരേക്ക്, അത് വളരെ ശ്രദ്ധയോടുകൂടി. പക്ഷെ വീണ്ടും വീണുപോകുന്നു. അത് വീണ്ടും എഴുന്നേൽക്കും, പിന്നെയും വീഴും, വീണ്ടും എഴുന്നേൽക്കും. അങ്ങനെ ആ ധാന്യം സൂക്ഷിച്ചു വച്ചിട്ട് വീണ്ടും പുറപ്പെടുന്നു ഭക്ഷണം അന്വേഷിച്ച്. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ തോൽവി സമ്മതിക്കാറേയില്ലാതെ. ആ അറിവ് നമ്മളും പ്രാപ്തമാക്കേണ്ട ഒന്നാണ്. അങ്ങനെ നിരന്തരമായ പരിശ്രമത്തോടെ നിർഭയരായി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ഏവരും. അതാണ് ഉറപ്പായും സാഫല്യത്തിന്റെ മാധ്യമം. അതാണ് ഈ വിജയത്തിന്റെ ഒരിക്കലും പരാജയപ്പെടാത്ത ആയുധമെന്ന് പറയുന്നത്. അപ്പോൾ വന്നാലും, വന്ന് എന്നോടൊപ്പം സ്നേഹത്തോടെ പറഞ്ഞാലും, രാധേ രാധേ.